പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഞാൻ കാണുന്നത്, പണ്ടൊക്കെ എന്ന ആഘോഷം അല്ലെങ്കിൽ ഓണം പോലത്തെ ആഘോഷങ്ങളിലൊക്കെ കൂട്ടുകുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുക, എല്ലാവരും ഒത്തുകൂടുക, ഇതായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, അതേപോലെ അതിലാണ് കാര്യമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് കുറവായിരുന്നു. അന്ന് പറഞ്ഞാൽ ഒരു ഓണം വരിക വെച്ചാൽ നല്ല സദ്യ ഉണ്ണാൻ, നല്ല ഡ്രസ്സ് ധരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരിതുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നും ഓണം, എന്നും ഡ്രസ്സ് വാങ്ങലും ഒക്കെ തന്നെ ഹാപ്പിയാണ്. ഓണത്തിനെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമല്ല. എന്നും ഓണംമാതിരിയാണ് നമ്മൾ കഴിയുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ മാർക്കറ്റ് കിട്ടും. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഓണം ഉണ്ണാറത്. അന്ന് അരി കിട്ടാനൊക്കെ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾക്ക് അവർ തരും. അതിനുള്ള പൈസ ഉണ്ടായാൽ മതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഓണം നല്ലൊരു ഒരുപാട് മുന്നേട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഇപ്പോൾ ഒരു 10-20 വർഷത്തിന് ഇങ്ങോട്ട് ഓണമൊക്കെ അടിപൊളിയാണ്, ഡിജിറ്റൽ മോഡലാണ്. ഇപ്പോൾ ഈവൻ പൂക്കള മത്സരം, പൂവ് ഇടുന്നത് പോലും പ്ലാസ്റ്റിക് രൂപത്തിൽ മാറ്റ് മാതിരിയായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ഓണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എല്ലാവരോടും കൂടിയിട്ട് സദ്യ ഒരുക്കിയിട്ട് അത് എല്ലാവരോടും കൂടിയിട്ട് അത് വിളമ്പലും. ഇന്നത്തെ ഓണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പല ഭാഗങ്ങളിലാണ്. അപ്പോൾ എല്ലാവരും തിരക്കായിട്ട് ആരും അങ്ങനെ ഓണങ്ങളാണെങ്കിൽ പോലും ഓണത്തിനായാലും വിഷുവിനായാലും ഒന്നിനായാലും ആരും കുടുംബത്തിൽ കൂടാറില്ല.